സമൂഹത്തിൽ നന്മ ചെയ്യാൻ കഴിവില്ലാത്തവർ അധികാരസ്ഥാനത്തിരിക്കുമ്പോൾ അവർ എല്ലാവരോടും അനീതി കാണിക്കുന്നുവെന്ന് മുൻമന്ത്രി ജി സുധാകരൻ. സർക്കാർ പദ്ധതികളുടെ നേട്ടങ്ങൾ എടുത്തു പറയുമ്പോൾ ജനങ്ങൾക്ക് പറയാനുള്ളത് ദുഃഖാനുഭവങ്ങളാണെന്നും അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു. സർക്കാർ പദ്ധതികളുടെ വിജയവും നേട്ടങ്ങളും പറയുമ്പോഴും സമൂഹത്തിലേക്ക് ഇറങ്ങി ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പങ്കുവെക്കുന്നത് ദുഃഖാനുഭവങ്ങളാണെന്ന് മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നും എല്ലാവർക്കും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നന്മയുടെ ആശയങ്ങളെ ശക്തമായി പിന്തുണച്ച് മുന്നോട്ട് കൊണ്ടുവരികയും സമൂഹത്തിന് ഗുണം ചെയ്യാതെ സ്വന്തം നേട്ടങ്ങൾക്കായി പ്രവർത്തിക്കുന്ന അധികാരികളെ തുറന്നുകാട്ടുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ മാധ്യമധർമ്മമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ അടിസ്ഥാന ആവശ്യങ്ങൾ എന്നും ലോകത്ത് എല്ലായിടത്തും എല്ലാവർക്കും നിറവേറ്റപ്പെട്ടിട്ടില്ല. സർക്കാരുകൾ പദ്ധതികളുടെ വിജയത്തെപ്പറ്റിയും അവരുടെ നേട്ടങ്ങളെ പറ്റിയും ഒക്കെ നോട്ടുകൾ ഇറക്കാറുണ്ട്, ഡ്രസ്സുകൾ ഇറക്കാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടുപുറത്തിറങ്ങി നടന്നാൽ ദൈന്യതയുടെ, വിലാപത്തിൻ്റെ, ദുഃഖത്തിൻ്റെ ഘനീഭൂതമായ അനുഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലോകത്ത് എന്നാണ് സാർവത്രികമായ ശാന്തി ഉണ്ടാകുന്നതെന്നാണ് പറയാൻ. കാരണം സംഘർഷം പ്രകൃതിയുടെ സംഭാവനയാണ്. എല്ലാം ഏറ്റുമുട്ടലിലൂടെയാണ് പ്രകൃതി മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് ക്രിയാത്മകമായ ഏറ്റുമുട്ടലാണ്, നശീകരണമല്ല. തന്മാത്രകൾ ഒരു പ്രപഞ്ച പ്രതിഭാസത്തിൽ, ഒരു പ്രപഞ്ച വസ്തുവിൽ അടങ്ങുന്ന തന്മാത്രകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലൂടെയാണ് ആ പ്രതിഭാസം തന്നെ ഇവിടെ നിലനിൽക്കുന്നത്. ആ ഇക്വിലിബ്രിയത്തിലാണ്, ആ ബലാബലത്തിലാണ് നിലനിൽക്കുന്നത്. നന്മയുടെ അംശങ്ങളെ ശക്തമായി പിന്തുണച്ച് മുന്നോട്ട് കൊണ്ടുവരികയും സമൂഹത്തിൽ നന്മ ചെയ്യാതെ സ്വന്തം കാര്യം മാത്രം നേടാൻ നടക്കുന്ന അധികാരികളെ നിർദാക്ഷിണ്യം തുറന്നു കാണിക്കുകയും അതാണ് മാധ്യമധർമ്മം. ആ മാധ്യമധർമ്മത്തിന് കേരളത്തിൽ ഒരു കാലത്ത് വളരെ അസുരമായ ഒരു സ്ഥിതി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഈ ലിബറലൈസേഷൻ അതിൻ്റെ ഒരു വളർച്ചയുടെ ഫലമായി ഞാൻ എൻ്റെ കാര്യം എൻ്റെ ആളുകൾ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഈ ഡ്രിങ്ക് ആൻഡ് ബി മെറി, ടുമോറോ ഈസ് നോട്ട് അവേഴ്സ് എന്ന എപ്പിക്യൂറിയൻ ഫിലോസഫിയിലൊക്കെ പുതിയ തലമുറയെ വലിച്ചെടുത്ത് കൊണ്ടുപോകണം. നിങ്ങൾ തിന്നുക, നിങ്ങൾ കുടിക്കുക, നിങ്ങൾ സന്തോഷിക്കുക. സംഘർഷം പ്രകൃതിയുടെ സംഭാവനയാണെന്നും എല്ലാം ഏറ്റുമുട്ടലിലൂടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും ക്രിയാത്മകമായ ഏറ്റുമുട്ടലുകളാണ് വേണ്ടതെന്നും എന്നാൽ ഇന്ന് കണ്ടുവരുന്നത് ശത്രുതാപരമായ ഏറ്റുമുട്ടലുകളാണെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൽ നന്മ ചെയ്യാൻ കഴിവില്ലാത്തവർ അധികാര സ്ഥാനങ്ങളിൽ കടന്നിരിക്കുമ്പോൾ എല്ലാവരോടും അനീതി പ്രവർത്തിക്കുന്ന സമൂഹമായി മാറി. ഇത് രാഷ്ട്രീയ കാര്യം മാത്രമല്ല, സാമൂഹിക സത്യമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.